വരുന്ന സമയത്തെന്നൊക്കെയാണെങ്കിൽ ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഹസ്ബൻഡിന് നടന്ന് നമുക്ക് ആശുപത്രിയുടെ അകത്തോട്ട് പോലും കയറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞങ്ങളിവിടെ വന്നത്. ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കിഴിയും ഉഴിച്ചിലും പിഴിച്ചിലും സിദ്ധവർമ്മ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യുമ്പോൾ മിക്ക പേഷ്യൻസിനും നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. എന്നാൽ ഒരു പേഷ്യൻറ്റ് നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തപ്പോൾ വേദന നല്ലോണം കുറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വേദനയെല്ലാം തിരിച്ച് വരികയും ഉണ്ടായി. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഐ എം ഡോക്ടർ ശാന്തനു. എൻ്റെ സുഹൃത്തായ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ റെഫറൻസിലാണ് ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വേദനയെല്ലാം നല്ലോണം കുറഞ്ഞു വന്നു. 14 ദിവസം കഴിഞ്ഞപ്പോൾ വേദനയെല്ലാം നിശേഷം മാറിയെന്ന് തന്നെ പറയാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പേഷ്യൻറ്റിന് നടുവേദനയും നടക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കൺസൾട്ടേഷന് വരാൻ പറഞ്ഞു. കൺസൾട്ടേഷൻ ചെയ്ത സമയത്ത് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ പേഷ്യൻറ്റ് ഒരാഴ്ചയായിട്ടും വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റിലായിരുന്നു. എന്നിട്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ഒരു നിഗമനത്തിലോട്ട് നമുക്ക് എത്താൻ സാധിച്ചില്ല. ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ 2-3 ദിവസം കൊണ്ട് തന്നെ മാറ്റി കൊടുത്തു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ ദിവസമായപ്പോൾ പേഷ്യൻ്റ് ഒരു സംശയം പറഞ്ഞു, ഈ കാരണം കൊണ്ടായിരിക്കും എന്നുള്ളത്. 100% അത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. പേഷ്യൻ്റ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ പേര് അരുൺ. ഞാൻ മാരാരിക്കുളത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ജോലി എന്ന് പറയുന്നത് ചെണ്ടമേളവും ഡ്രൈവിങ്ങുമാണ്. ഒരിക്കൽ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒന്ന് നടുവ് വെട്ടി ആണ് ഞാൻ കിടപ്പിലായത്. അവിടുന്ന് എൻ്റെ കാലിലേക്കുള്ള രക്തയോട്ടം കുറയും, എൻ്റെ നടക്കാൻ പറ്റാതെ ഞാൻ ഞൊണ്ടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നെങ്കിലും ഇതിന് ഒരു പരിഹാരം കാണാൻ പറ്റിയില്ല. അങ്ങനെ റിലേറ്റീവ്സ് ആയിട്ടുള്ളൊരു സർക്കാരിലെ ഒരു ഡോക്ടറാണ്, ചന്ദ്രൻ ഡോക്ടറിൻ്റെ പേര് പറയും, ഞാൻ ചാർകോട് ആയുർവേദ ആശുപത്രിയിൽ വരികയും ചെയ്തത്. അവിടുന്ന് 14 ദിവസം ആദ്യം എനിക്ക് ചികിത്സ തന്നു. അതിൻ്റെ ഇതിൽ ഞാൻ എൻ്റെ കാലിൻ്റെ ആ രോഗം മാറി എനിക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റി. ആ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് മുണ്ടേ തട്ടി ഒന്നുകൂടി വീഴേണ്ടി വന്നു. നേരെ ഇങ്ങോട്ട് തന്നെയാണ് വന്ന് വീണ്ടും ഒരാഴ്ച കൂടി തിരുമുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും അസുഖം മാറി. ഇപ്പോൾ 3 മാസമായിട്ട് എനിക്ക് നിലവിലൊരു കുഴപ്പമില്ല, നടക്കാൻ പറ്റില്ല എന്ന ഓർത്താണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഓട്ടോ ഓടിച്ച് എൻ്റെ കുടുംബം പുലർത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനിയും ആത്മവിശ്വാസത്തോടു കൂടി നടക്കാൻ പറ്റും. ആശുപത്രിയുടെ അകത്തോട്ട് പോലും കയറാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞങ്ങളിവിടെ വന്നു ഫസ്റ്റ് ഡേ തന്നെ സാറ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ആളുടെ സഹായത്തോടു കൂടെ വന്ന ഞങ്ങൾ വണ്ടി സ്വന്തമായിട്ട് ഓടിച്ച് തന്നെയാണ് 14ാമത്തെ ദിവസം ഇവിടുന്ന് വീട്ടിലോട്ട് വരികയും ചെയ്തത്. ഇപ്പോൾ പഴയതിനേക്കാളും ഒരുപാട് ബെറ്ററാണ്. നല്ല രീതിയിൽ നടക്കാനാണെങ്കിലും ഇരുന്നാൽ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ ഞങ്ങൾക്ക് ചാന്ദിനി ഡോക്ടറിനോടും ക്ലിനിക്കിനോടും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്.